ഇപ്പച്ചീൻ്റെ കയ്യിൽ എന്തോ കവറ് കണ്ട് ഓടി പോവാണ് ട്ടോ. ഇതും എന്തെങ്കിലും സ്നാക്സോ ബേക്കറി എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ വൈകുന്നേരം ചായക്കടിക്കെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം നോക്കിയപ്പോൾ ഇതാ പഴമാണ് കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ അവൾ അവിടെ തന്നെ നിന്നു. പിന്നെ അടുക്കളേക്കൊന്നും വന്നില്ല. പിന്നെ ഞാൻ വേഗം മൂപ്പർക്ക് ചായ അല്ല കോഫി മതി എന്നാട്ടോ പറഞ്ഞത്. വൈകുന്നേരം അധികം കോഫിയാണ് കുടിക്കുക, കട്ടൻ കോഫി. അപ്പോൾ ഞാൻ ഈ ബ്രൂ കോഫിൻ്റെ ഈ 2 രൂപേൻ്റെ ഒരു പാക്കുണ്ട്, ആ ഒരു ഉണ്ട്, അതുകൊണ്ടാണ് ട്ടോ ഉണ്ടാക്കാറുള്ളത്. അതാകുമ്പോൾ പിന്നെ കറക്റ്റ് അളവായിരിക്കും. ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടീൻ്റെ കുപ്പിയാണെങ്കിൽ അതിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് കൂടും. ഈ കാപ്പിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കയ്പ്പാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഞാനത് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ആ കപ്പിലേക്ക് ഇങ്ങനെ ചൂടാറ്റി കറക്റ്റാക്കി കൊണ്ടു കൊടുത്താൽ സന്തോഷമായി. അപ്പോൾ അധികം ഇങ്ങനെ ചൂടുണ്ടായിട്ട് കുടിക്കുന്നത് വലിയ താല്പര്യമല്ല കേട്ടോ. കാരണം ബസ്സൊക്കെ ഓട്ടി ക്ഷീണിച്ച് വരില്ലേ, അങ്ങനെ വലിച്ചങ്ങോട്ട് കുടിക്കുന്ന പറ്റ തണുക്കാൻ പറ്റില്ല, ആ ഒരു ലെവലാവണം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുടിച്ചതായി ഇതുമുന്നെ ട്യൂഷന് പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അവളോട് കുറേ സൈക്കിളുമ്പോൾ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾക്കൊന്നും ധൈര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പനി പോലെയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കൊന്നും ഒരു ധൈര്യമില്ല കേട്ടോ. ഞാൻ ഇപ്പച്ചിൻ്റെ ഇപ്പോൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും അവർ പോയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചായ കേട്ടോ. അപ്പോൾ ഞാനും കോഫി തന്നെ ഉണ്ടാക്കി, മൂപ്പർക്ക് കോഫി ഉണ്ടാക്കിയപ്പോൾ എനിക്കും അതന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് ഈ ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക ചായ കുടിക്കാൻ. എനിക്ക് ഉച്ചക്ക് നമ്മൾ ഒരു കിടക്കുമല്ലോ, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഇങ്ങനത്തെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എഡിറ്റിങ് പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടി കഴിഞ്ഞ് പിന്നെ വേഗം എൻ്റെ ഓരോരോ വൈകുന്നേരത്തെ പണികളിലേക്ക് അങ്ങോട്ട് നിന്നു. നമുക്ക് എന്താ പറയുക അലക്കിയതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇനിയിപ്പോൾ രാത്രി മഴ പെയ്ത് അത് പാറിപ്പോയി അങ്ങനെ എങ്ങനെയൊക്കെ ആവണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഉണങ്ങിയത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ബാക്കി അവിടെ തന്നെ അങ്ങനെ നിർത്തിയിട്ട് സെറ്റാക്കി ഉണങ്ങിയത് മാത്രം അതൊക്കെ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഉണങ്ങിയതൊക്കെ നോക്കി എടുക്കുകയാണ്. ഇനി അത് നേരെ ചൂടോട് കൂടി തന്നെ കൊണ്ടുപോയി മടക്കി എടുത്ത് വെച്ചാലാണ് നമ്മുടെ പണികളൊരു സമാധാനമാണല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്ത് ഓരോന്നാക്കി മടക്കി സെറ്റാക്കി. ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസം കൂടി നിന്നൊരു എക്സസൈസിന് കയറാണ് കേട്ടോ. മോളും ഐറൂസും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എനിക്കൊരു പനിയും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടും ഒക്കെ കൂടെ ആയിട്ട് ഞാൻ എക്സസൈസ് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 ദിവസം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നും അതൊന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അലക്കിയതൊക്കെ ഒക്കെ കൊണ്ടേ വെച്ചു. പിന്നെ എക്സസൈസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതുമോ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ടയേർഡാണ് മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.